അത്യാവേശപൂർവം മുന്നോട്ട് പോവുകയാണ് പോളിംഗ്. 46.02% പോളിംഗ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമ്മൾ പോളിംഗ് ഒന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരം 44.66%, ആറ്റിങ്ങൽ 47.23%, കൊല്ലം 44.72%, പത്തനംതിട്ട 44.96%, മാവേലിക്കര 45.20%, ആലപ്പുഴ 48.34%, കോട്ടയം 45.42%, ഇടുക്കി 45.17%, എറണാകുളം 45.18%, ചാലക്കുടി 47.93%, തൃശൂർ 46.88%, പാലക്കാട് 47.88%, ആലത്തൂർ 46.43%, പൊന്നാനി 41.53%, മലപ്പുറം 44.29%, കോഴിക്കോട് 45.92%, വയനാട് 47.28%, വടകര 45.73%, കണ്ണൂർ 48.35%, കാസർഗോഡ് 47.39%. അങ്ങനെ കനത്ത പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിലേക്ക് നമുക്ക് പോകാം. തൃശ്ശൂർ ഇതുവരെ 46.88% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, പൂരം കൊടിയിറങ്ങിയ കഴിഞ്ഞ ദിവസം ആവേശപൂരം കൊടികയറിയ എന്തായിരുന്നു കൊട്ടിക്കലാശത്തിലൊക്കെ തൃശ്ശൂരിലെ ദൃശ്യങ്ങൾ? അവിടെ അതിനെ സാധൂകരിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് ആവേശം? എത്രത്തോളമുണ്ട് ആളുകൾ ബൂത്തിൽ? അത് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആളുകൾ ആവേശത്തോടു കൂടി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തൃശ്ശൂരിൻ്റെ എല്ലാ മേഖലയെടുത്താലും തീരദേശ മേഖലയാവട്ടെ, നഗരമേഖലയാവട്ടെ, ഗ്രാമീണ മേഖലയാവട്ടെ, എല്ലാ മേഖലകളിലും കനത്ത പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഉള്ളത്. ഏതാണ്ട് 50% ഇപ്പോൾ പോളിംഗ് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ പ്രചാരണത്തിലെ ആവേശം തന്നെയാണ് പോളിംഗിലും കാണാൻ കഴിയുന്നത്. ഈ പോളിംഗ് ആർക്ക് ഗുണമാകും എന്നുള്ളതാണ് ഏതായാലും കണ്ടറിയേണ്ടത്. പലർക്കും കൂടുതൽ നേരം ഇങ്ങനെ ബൂത്തിലേക്കൊക്കെ വരി നിന്നൊക്കെ വോട്ട് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ചൂടുണ്ട്, വലിയ വിഷയങ്ങളുണ്ട്. എന്താ അവസ്ഥ? കുറെ നേരമായോ? അയ്യോ പറയണ്ട, എത്ര നേരമായി? കുറെ നേരമായി. ചൂട് നല്ല ചൂട്, നല്ല ചൂട്, വയർത്തിങ്ങനെ അടിക്കല്ലേ. ഉച്ചനേരം തെരഞ്ഞെടുത്ത് തിരക്കുറയുന്ന പ്രതീക്ഷ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നല്ല തിരക്കാണ് കാണുന്നത്. എന്താ അവസ്ഥ? രാവിലെ വന്നു, തിരക്ക് കാരണം തിരിച്ചു പോയി. പക്ഷെ ഇപ്പൊ തോന്നുന്നു രാവിലെ ചെയ്താൽ മതിയായിരുന്നു. ചൂടായിരുന്നല്ലേ? ഇതാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം. ചൂട് വല്ലാണ്ട് ഉണ്ട്. അതുപോലെ തന്നെ പോളിംഗ് രാവിലെ ചില ബൂത്തുകളിലെങ്കിലും മന്ദഗതിയിലാണ് എന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വോട്ട് ചെയ്ത ബൂത്തിലൊക്കെ അദ്ദേഹം തന്നെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. അത്രയും വലിയ നിര ഉണ്ട്. അതുപോലെ തന്നെ പോളിംഗിൽ ചെറിയ ഒരു മന്ദഗതിയാണ് എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ പല ബൂത്തുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് വലിയ ആക്ഷേപങ്ങളും ഈ വോട്ടെടുപ്പ് ദിനത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ ബൂത്തിൽ ഈ അനധികൃതമായിട്ട് വോട്ടർമാർ വോട്ട് ചേർത്ത ആളുകളൊക്കെ എത്തി എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് ജില്ലാ കളക്ടർ എത്തി വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം എന്നുള്ള ഒരു നിലപാടെടുത്തോടുകൂടിയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ഏതായാലും ചെറിയ തോതിൽ ഒരു വാക്തർക്കങ്ങളിലേക്കൊക്കെ അത് പോവുകയും പ്രതിഷേധങ്ങളിലേക്കൊക്കെ അത് പോവുകയൊക്കെ ചെയ്തു. ഏതായാലും ഏറ്റവും പ്രധാനം തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ 3 മുന്നണികളും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന മണ്ഡലമാണ്. കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. തൃശ്ശൂർ അങ്ങ് എടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞ മണ്ഡലമാണ്. പക്ഷെ ഒരു ട്രെൻഡ് പിടിച്ചാണോ ഈ വോട്ടിംഗ് ഇത്തരത്തിൽ ഈ ഉച്ച സമയത്തൊക്കെ ഇത്തരത്തിലുള്ള തിരക്ക് കാണുന്നത്? കഷ്ടപ്പാടുണ്ട്, ശരിയാണ്, ചൂടുണ്ട്, ഉഷ്ണമുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ പോളിംഗ് ബൂത്തുകൾ ഇങ്ങനെ നിറഞ്ഞു കാണുന്നത് ഒരു സന്തോഷമുള്ള കാഴ്ചയാണ്. അല്ലാതെ ആളും ബഹളവും ഇല്ലാത്ത പോളിംഗ് ബൂത്ത് കാണുമ്പോൾ ഒരു നിരാശയില്ലേ? ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഈ നാടിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ വലിയ അവകാശമാണ് സമ്മതിദാനാവകാശം. അവരത് വളരെ ആവേശപൂർവ്വം പ്രതികൂല ഘടകങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച സന്തോഷകരമായ എറണാകുളത്തേക്ക് ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, നഗരമേഖലയിലൊക്കെ ഉച്ചയ്ക്ക് ഒരു ആലസ്യമാണോ അതോ ബൂത്തുകളിൽ ആളുണ്ടോ? അഭിലാഷ്, രാവിലത്തെ ഒരു 3 മണിക്കൂറാണ് എറണാകുളത്തെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടായിരുന്നത്. അതിനുശേഷം സ്വാഭാവികമായും ഒരു മന്ദഗതിയിലേക്ക് എറണാകുളത്തെ നഗരമേഖലയിലെ പോളിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഉച്ച സമയത്തൊക്കെ സാധാരണ നിലയിൽ എറണാകുളം, കൊച്ചി നഗരമേഖലകളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ നിരയൊന്നും കാണാൻ കഴിയില്ല. ഇനി ഒരു 3 മണിക്ക് ശേഷമായിരിക്കും ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എറണാകുളം ജില്ലയുടെ തീരമേഖലകളിലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും വലിയൊരു തരംഗം നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. അതെങ്ങോട്ടേക്ക് ആയിരിക്കുമെന്നത് കൃത്യമായി ഒരു സംസ്ഥാനത്തെ ഒരു ഫലസൂചനയിലേക്ക് പോലും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച്
ലത്തീൻ അതിരൂപത അടക്കം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായൊരു നിലപാട് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചനകൾ നമുക്ക് ഈ വോട്ടെടുപ്പിൻ്റെ പല കേന്ദ്രങ്ങളിലും നമുക്ക് ദൃശ്യമാകുകയും ചെയ്യുന്നുണ്ട്. എറണാകുളത്തെ ഒരു VVIP വോട്ട് അല്പസമയത്തിനകം വൈറ്റ്ലയിലെ ബൂത്തിൽ രേഖപ്പെടുത്തും. മമ്മൂട്ടി വൈറ്റ്ലയിലെ ബൂത്തിലേക്ക് 3 മണിക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുന്നത്തുനാട് മണ്ഡലത്തിലാണ്, നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 55% ആളുകൾ ചാലക്കുടി മണ്ഡലത്തിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്കറിയാം 2020യുടെ സാന്നിധ്യം, വലിയ വാശിയേറിയ ഒരു പോരാട്ടമാണ് ആ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടി, ആ ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നത്തുനാട്ടിൽ നടക്കുന്നതിന്റെ സൂചന കൂടി എറണാകുളം ജില്ലയിൽ നിന്ന് നമുക്ക് വരികയാണ്.